ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു മെയിൻ ഭാഗമായ CPU അഥവാ പ്രൊസസ്സർ എന്ന് പറയുന്നൊരു ഡിവൈസ് ഉണ്ട്. അപ്പം കോമൺലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാ കാൽക്കുലേഷൻസും നടക്കുന്നത് നമ്മുടെ പ്രൊസസ്സറിലാണ് അഥവാ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ പ്രൊസസ്സർ എന്നാണ് അതിൻ്റെ പേര്. നോർമലി ഇപ്പോൾ അത് നമുക്കറിയപ്പെടുന്നത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ്. കാരണം എന്നാൽ എല്ലാ കാൽക്കുലേഷൻസും ഇപ്പോൾ ആഡിങ്ങും സബ്സ്ട്രാക്റ്റിങ്ങും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷനിങ്, അതുപോലെ ലോജിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം നടക്കുന്നത് CPU പ്രൊസസ്സറിൽ വെച്ചിട്ടാണ് അഥവാ പ്രൊസസ്സറിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം അതിനൊരുപാട് അഡീഷണൽ ആയിട്ടുള്ളൊരു സെക്ഷൻസ് ഉണ്ട്. ALU എന്ന് പറയും, അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. അതുപോലെ രജിസ്റ്റേഴ്സ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളുടെ, അതായത് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റകൾ അനലൈസിസ് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ഔട്ട്പുട്ടായി തരുന്നൊരു ഭാഗമാണ് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ അഥവാ CPU. ഓക്കെ, ചെറിയ പോയിന്റുകൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയെന്നുള്ള ജസ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സർ അഥവാ CPU എന്ന് പറയുന്നത്. ഈ ചിപ്പിനെ നമ്മൾ പ്രൊസസ്സർ അഥവാ CPU എന്ന് പറയുന്നത്. അത് ഓരോ ഡിഫറെൻറ്റ് കമ്പനിയുടെ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഇൻറ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോസസ്സറാണ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ AMD ഉണ്ട്. ഇതൊക്കെ ഇൻറ്റൽ എന്ന് പറയുന്ന പ്രൊസസ്സർ കമ്പനിയുടെ ഓരോ സീരീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മളെ CPU അഥവാ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മുടെ എല്ലാ CPUവിൻ്റെ കാൽക്കുലേഷൻസും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, പ്രോസസ്സിങ് ചെയ്യുന്നത് ഈ CPU എന്ന ചിപ്പിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ CPU എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ മനസ്സിലായില്ലേ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതുപോലെ ALU എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ALU എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. അതുപോലെ വേറൊരു യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നാണ്. എല്ലാ ഓപ്പറേഷൻസും അതിനകത്ത് കൺട്രോൾ ചെയ്യുന്നൊരു ഭാഗം. പിന്നെ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ CPUയിൽ വരുന്ന മെയിൻ ഭാഗങ്ങൾ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതുപോലെ ALU അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, പിന്നെ കൺട്രോൾ യൂണിറ്റ്, അതുപോലെ രജിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായ ഡാറ്റകളെ അനലൈസിസ് ചെയ്ത് പ്രോസസ്സിങ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഡിവൈസാണ് നമ്മളെ പ്രൊസസ്സർ അഥവാ CPU. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ CPUവിനെ മെയിനായിട്ട് നമ്മളൊരു കോമൺ ആയിട്ട് പറയുന്ന ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് CPU എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ക്ലാസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.